ചെക്കൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ്. എന്തത് എവിടെ നോക്കിയാലും കപ്പിൾസ് ആണല്ലോ, ഇതിന്റെ ഇടയിൽ കൂടെ പോണോ? വേണ്ട. സത്യം പറഞ്ഞാല് ഈ കല്യാണത്തിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ദിവസം നമ്മൾ ഈ കല്യാണം ജിൽജിലാക്കും. ഈ സമയത്തൊന്നും ഈ ഷെഡ് വിളിക്കില്ലേ, ടെൻഷനാവും. എടാ ഇത് ഓണാണോ? ഗുരുവായൂർ വെഡിങ് May 18th അങ്ങനെ ആ ദിവസം വന്നു. അങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഡേ ആയി. രാവിലെ 5:45 താലികെട്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ടൈമാണ്. ഒരു പ്രശ്നമില്ല, വിചാരിച്ചതിനെ കാട്ടി നേരത്തെ കഴിയും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗുരുവായൂർ വെച്ചിട്ട് ഒരു കല്യാണം കാണുന്നത്. പക്ഷെ അതിന്റെ ഹറിബറി എന്താണെന്നുള്ളത് ഇന്ന് മനസ്സിലായി. കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായി. താലി കെട്ടുമ്പോ ഞാൻ കരഞ്ഞു. എന്താ ഭയങ്കര വിഷമായി പോയി. അങ്ങനെ താലി കെട്ടുമ്പോ അത് കാണുമ്പോ സിന്ദൂരൊക്കെ തൊടുമ്പോ, അതും ഈ അമ്പലത്തിന് അടിയിൽ വെച്ചാകുമ്പോ, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ടാകുമ്പോ അതെ. ഒരു റഷായിരുന്നു, പെട്ടെന്നായിരുന്നു എല്ലാം. പക്ഷെ എല്ലാം കൂടി ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഓവർവെൽമായി ചേച്ചി കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കണ്ടപ്പോ ശരിക്കല്ലേ ഭയങ്കര സന്തോഷം. ഒരുപാട് വെയിറ്റ് ചെയ്ത മൊമെന്റ്, ഒരു 10 വർഷമായി പ്രണയത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ മൊമെന്റ് ആണ്. കല്യാണ കോസ്റ്റ്യൂം റെഡ് സാരി ഒക്കെ എടുത്ത് കാണുമ്പോഴും എനിക്ക് വേറെ കുറെ നമ്മളുടെ കസിൻസിന്റെ പല ആൾക്കാരുടെയും വെഡിങ് നമ്മൾ അവരെ അങ്ങനെ കണ്ടിട്ട്, അപ്പൊ നമുക്ക് അത്ര ഒരു ഫീൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ ചേച്ചി ആ ഒരു ഇതിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് കയ്യൊക്കെ ബാക്കിലേക്ക് കെട്ടിയിട്ടൊക്കെ നിൽക്കുന്ന ആളായിരുന്നു. തലയൊക്കെ താഴ്ത്തി കല്യാണ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കണപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. மாதவம் நீயே, பொய்யாத பேரருள் நீயே, ஓயாத தேன்மழை அதை ஏந்தவே புது பூமி செய்வோமே. ഞാൻ കല്യാണത്തിനൊന്നും വരാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വന്നില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായി പോയി. കാരണം ഈ ഒരു മൊമെന്റ് ഈ ലൈഫിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഒരു മൊമെന്റ് വരാനില്ല. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി, അത്രയും ഹാപ്പി ആയിട്ടിരിക്കണം.
ചെറുപ്പത്തിൽ TV-ക്ക് റിമോട്ടിന് വേണ്ടിയിട്ടായിട്ട് അടികൂടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇപ്പോഴും അടികൂടലുണ്ട് എങ്കിലും ലൈക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണം വരെ എത്തി നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര വല്ലാത്തതാണ്. ഹേമന്തും കൃഷ്ണയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒത്തൊരുമ ഇവരുടെ ഈ ഒരു ടുഗദർനെസ് കുറേ പേര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാത്തിനും നല്ലൊരു റിസൾട്ട് തന്നെ വരട്ടെ. ഇവർ രണ്ടുപേരും ജീവിതം അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാ രീതിയിലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടെ എല്ലാ കാലം പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ലൈഫ് ലോങ് ഇതുപോലെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.